ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നൈക്കയുടെ ഹോട്ട് പിങ്ക് സെയിലിൻ്റെ സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളുമായിട്ടാണ്. ഈ ഹോട്ട് പിങ്ക് സെയിൽ, അതുപോലെ തന്നെ പിങ്ക് ഫ്രൈഡേ സെയിൽ, അങ്ങനെയുള്ള ഓരോ സെയിലുകളും നടക്കുമ്പോൾ ഞാൻ കൂടുതലായിട്ട് വാങ്ങിക്കാറുള്ള സാധനം ലിപ്സ്റ്റിക്കാണ്. ഇത്രയും ഐറ്റംസാണ് ഞാൻ ഹോട്ട് പിങ്ക് സെയിലിൻ്റെ സമയത്ത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, കൂടുതലും ലിപ്സ്റ്റിക്കുകളാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കുറച്ചധികം പ്രൊഡക്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊന്നും ഞാൻ കാണിക്കുന്നില്ല. പ്രൊഡക്ട്സ് ഏതാണെന്ന് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇത് മെബിലൈൻ്റെ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് റേഞ്ചിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ന്യൂഡ് ലാറ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഏകദേശം എല്ലാവരുടെ കയ്യിലുണ്ടാകുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ന്യൂഡ് ലാറ്റെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇത് കെ ബ്യൂട്ടിയുടെ ഒരു ഹൈലൈറ്ററാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഷാമ്പൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഈ ഒരു ബ്ലഷും ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു ബ്ലഷാണ്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അടുത്തതൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് നൈക്കയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് ഷെയ്ഡ് വരുന്നത് ചായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അടുത്തതൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് എനിക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഹോട്ട് ഫഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. വീണ്ടും ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. നിക്സിൻ്റെ റോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അടുത്തതൊരു ലിപ് ലൈനറാണ്. ഇത് മാർസിൻ്റെ ബ്രൗൺ മോക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ് ലൈനറാണ്. ഇത് ഞാൻ ബ്രൗൺ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ് ലൈനറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇത് ഫേസസ് കാനഡയുടെ ഒരു സ്ട്രോബ് ക്രീമാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് റോസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ലോറിയലിൻ്റെ ടിൻറ്റഡ് സിറം ഫൗണ്ടേഷൻ ആണ്. ഇത് ഞാൻ കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. വീണ്ടും ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് മിസ് ക്ലെയറിൻ്റെ 14 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് വീഡിയോ ഇടാം കേട്ടോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് കെ ബ്യൂട്ടിയുടെ തന്നെ കോണ്ടൂർ പെൻസിലാണ്. പെൻസിൽ ക്രയോൺ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഒരു ക്രയോൺ പോലെയാണുള്ളത്. ഇതും ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അടുത്തത് ഇൻസൈറ്റിൻ്റെ ഒരു കൺസീലർ പാലറ്റ് ആണ്. ഈ ഒരു പാലറ്റിൽ കോണ്ടൂർ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ കൺസീൽ ചെയ്യാനുള്ളതും കളർ കറക്റ്ററും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഈ നൈക്കയുടെ പിങ്ക് സെയിലോ അതുപോലെ തന്നെ ആമസോണിൽ എന്തെങ്കിലും ഓഫർ വരുന്ന സമയത്ത് മാത്രം വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വിലക്കുറവിൽ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചെടുക്കാൻ പറ്റും. അടുത്തത് ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഫ്രെഡ്ജിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാം കേട്ടോ. അടുത്തതൊരു ഐലൈനറാണ്. ഇത് ബ്ലൂ ഹെവൻ്റെ ഒരു 60 റുപ്പീസിൽ വരുന്ന ഒരു ഐലൈനറാണ്. ഞാനങ്ങനെ ഐലൈനർ യൂസ് ചെയ്യാറില്ല. കൂടുതലും ഞാൻ യൂസ് ചെയ്യാറുള്ളത് പെൻസിൽ കാജലാണ്. പിന്നെ ഡെയിലി ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഹിമാലയയുടെ കാജലാണ്. അടുത്തതൊരു ലിപ്സ്റ്റിക്കാണ്. ഇതെനിക്ക് ഈ ഒരു പർച്ചേസിൻ്റെ സമയത്ത് കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് പിങ്ക് കർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതുപോലെ തന്നെയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അങ്ങനെ പിങ്ക് ഷെയ്ഡ് അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഇതാണ് അടുത്ത ലിപ്സ്റ്റിക്ക്. ഇത് ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ട് ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് സിസ് ബ്യൂട്ടിയുടെ എർത്തി ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. വീണ്ടും ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ബ്ലൂ ഹെവൻ്റെ 12 ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് നൈക്കയുടെ ഒരു പെൻസിൽ കാജലാണ്. ഇത് ഗ്രീൻ കളർ പെൻസിൽ കാജലാണ് കേട്ടോ. ഇതുവരെ ഞാൻ കളർ കാജൽസ് ട്രൈ ചെയ്തിട്ടില്ല. ബ്രൗൺ കളർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ സ്മോക്കി ഐസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രൗൺ കാജൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അടുത്തത് നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് മദ്രാസ് കാപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അടിപൊളിയാണ് കേട്ടോ. ഇതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട. ഏകദേശം എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആയിരിക്കും. ഇത് ഞാൻ വീണ്ടും വാങ്ങിച്ചതാണ്. ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും നൈക്കയുടെ ഈ ഒരു മിനി ലിപ്സ്റ്റിക്ക് വരികയാണെങ്കിൽ ഇതിൽ തന്നെയാണ് വാങ്ങിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ വലിയ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാറുള്ളൂ. ഇത് 200 and something ആണ് ഈ ഒരു മിനി ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് വരുന്നത്. ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ. 05 മദ്രാസ് കാപ്പി. വീണ്ടും ഒരു മിനി ലിപ്സ്റ്റിക്കാണ്. ഇത് നൈക്കയുടെ 18 ചായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു മിനി സൈസ് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്തോളൂ കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് സിസ് ബ്യൂട്ടിയുടെ ഒരു ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. ഇതിൻ്റെ ഷെയ്ഡ് 01 നാച്ചുറൽ ടിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അടിപൊളിയാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഞാനിത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ സെപ്പറേറ്റ് റിവ്യൂ ഞാൻ ഇടാം കേട്ടോ. ഇതുവരെ ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടില്ല. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇടാം.
നമുക്ക് പ്രൈമർ ആയിട്ടും അതുപോലെ തന്നെ ഹൈലൈറ്റർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു ഹൈലൈറ്റിംഗ് പ്രൈമർ യൂസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോയി ഫിനിഷ് ആണ് കേട്ടോ സ്കിന്നിന്. റേറ്റും വളരെ കുറവാണ്. ഒരു 300 ആൻഡ് സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. സെയിലിന്റെ സമയത്തൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ 200 ആൻഡ് സംതിങ്ങിന് ഇത് വാങ്ങിക്കാവുന്നതാണ്. അടുത്തതൊരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഫേസസ് കാനഡയുടെ മാഗ്നിഫിക്കോ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതെനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് മാർസിന്റെ ഒരു ഹൈലൈറ്റർ ആണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് 03 വിങ്ഡ് ഷാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ശരിക്കും ഈ പ്രാവശ്യം മാർസ് ഞെട്ടിച്ചു കേട്ടോ. അത്രയും കിടിലൻ പാക്കേജിങ്, അടിപൊളി പ്രൊഡക്റ്റ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹൈലൈറ്റർ. അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. ട്രൈ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് ഒരു ഹെയർ ഫിക്സ് സ്റ്റിക്ക് ആണ്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. കിഡിലൻ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. വീണ്ടും ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഇൻസൈറ്റിന്റെ ഒരു ലിപ് ക്രയോൺ ആണ്. അവരുടെ പുതിയ ലോഞ്ച് ആണെന്നാണ് തോന്നുന്നത്. ഞാനിത് മുന്നേ വേറെ വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല. നൈക്കയുടെ പിങ്ക് സെയിൽ നടക്കുന്ന സമയത്ത് കണ്ടതുകൊണ്ട് ഓർഡർ ചെയ്തതാണ്. വീണ്ടും ഒരു കളർ കാജലാണ്. ഇത് കെ ബ്യൂട്ടിയുടെ ഒരു കളർ കാജലാണ്. ടീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള മെബിലൈൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്ക് ലിപ്സ്റ്റിക്കിൽ വരുന്ന ഒരു ഷെയ്ഡ്. ഇതുപോലെ തന്നെ ഒരു ഷെയ്ഡ് എനിക്ക് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു കൺസീലർ ആണ്. ഇത് ലോറിയലിന്റെ കൺസീലർ ആണ്. ഇതും ഞാൻ ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു കൺസീലർ ആണ് കേട്ടോ. വീണ്ടും ഒരു ലിപ്സ്റ്റിക് ആണ്. നൈക്കയുടെ കോഫി മൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതാണ് ആ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്. ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഒരു കോഫി മൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. വീണ്ടും ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ബ്ലൂ ഹെവന്റെ സീരിയസ്ലി ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ട്രൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാം കേട്ടോ. ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇത് മാർസിന്റെ ഗേൾ പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഏകദേശം എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആയിരിക്കും. കാരണം ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ്. അത്രയ്ക്കും കിഡിലൻ ലിപ്സ്റ്റിക് ആണ്. ട്രൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. 200 ആൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എപ്പോഴും ഓഫറിൽ ഉണ്ടാവുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. അടുത്തത് മാർസിൻ്റെ തന്നെ ഒരു ലിപ് ഡ്രിപ്പ് മിസ്റ്റ് ആണ്. ഇതെനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കൊക്കോ ഡ്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഒരുപാട് റിക്വസ്റ്റ് വരുന്ന ഒരു ഷെയ്ഡാണ് ഈ കൊക്കോ ഡ്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് വീഡിയോ ഇടാം കേട്ടോ. അടുത്തത് ഷുഗറിൻ്റെ ഒരു ജെൽ കാജലാണ്. ഇത് ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു കാജലാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇടാം കേട്ടോ. ഇത് നൈക്കയുടെ തന്നെ ലിപ്സ്റ്റിക് ആണ്. ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ചായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. അടുത്തതൊരു കളർ കാജലാണ്. ഇത് കെ ബ്യൂട്ടിയുടെ ബ്രൗൺ കളറിൽ വരുന്ന ഒരു കാജലാണ് കേട്ടോ. വീണ്ടും ഒരു കാജലാണ്. അടുത്തത് ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. നോട്ട് ടു സെൽഫ് 07 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എല്ലാവർക്കും ചേരുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക് ആണ്. ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വീണ്ടും മാർസിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. സിൻഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ട്രൈ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാം. വീണ്ടും ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഇൻസൈറ്റിന്റെ ഒരു ലിപ് ക്രയോൺ ആണ്. വീണ്ടും ഇൻസൈറ്റിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് സ്റ്റേ ബേസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. വീണ്ടും നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് സിനമൺ സ്രിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. വീണ്ടും നേരത്തെ കാണിച്ച അതേ റേഞ്ചിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് റൂബി സോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഒരു പിങ്ക് ബ്രൗൺ ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡാണ്. അടുത്തത് ലാക്മിയുടെ 95 പ്രൈമർ മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ നൈക്കയുടെ പിങ്ക് സെയിലിൻ്റെ സമയത്ത് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ്. നിങ്ങൾ ആരെങ്കിലും കുറേ ഈ മേക്കപ്പ് പ്രോഡക്റ്റും ലിപ്സ്റ്റിക്കും ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഈ പിങ്ക് സെയിൽ അതുപോലെ തന്നെ ഓഫർ സെയിലൊക്കെ വരുന്ന സമയത്ത് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ ഓരോ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.